ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയത്സൂരയ തേജോ വാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തി, അവയവങ്ങൾ, അധിഷ്ഠാനം, ഇന്ദ്രിയങ്ങൾ മുതലായിട്ടുള്ളതിൻ്റെയൊക്കെ ഉൽപ്പത്തിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 23-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത്. ബുദ്ധിഞ്ചാസ്യ ഭിന്നാം വാഗീശോ ധിഷ്ണ്യമാഭിഷേർ ബോധേനാംശേന ബോദ്ധവ്യം പ്രതിപത്തിർ യഥോ ഭവേത്. ഇന്ദ്രിയം, അധിഷ്ഠാനവും അല്ലെങ്കിൽ അവയവവും അത് രണ്ടും ഒന്ന് തന്നെ. കാരണം ഇന്ദ്രിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് അധിഷ്ഠാനം, അത് തന്നെയാണ് അവയവവും. അതിനൊരു ദേവതയുണ്ട്, ആ ദേവതയാണ് പ്രവർത്തിപ്പിക്കുന്നത്. കണ്ണിൻ്റെ ദേവത തുഷ്ടാവ് അല്ലെങ്കിൽ സൂര്യൻ, ചെവിയുടെ ദേവത, അതുപോലെ തന്നെ ദിഗ്ദേവതകൾ. ചെവിയാണ് അധിഷ്ഠാനം അല്ലെങ്കിൽ അവയവം. ശ്രവണം ശ്രോത്രേന്ദ്രിയമാണ്. അപ്പോൾ ഇന്ദ്രിയം വേറെ, അവയവം വേറെ. ചെവി അവയവമാണ്, ശ്രോത്രമാണ് ഇന്ദ്രിയം. അപ്പം മരിച്ച ആൾക്ക് ഇന്ദ്രിയം ഉണ്ടാവില്ല, ചെവി ഉണ്ടാവും, പക്ഷേ ശ്രോത്രേന്ദ്രിയം ഇല്ല. മരിച്ച ആൾക്ക് കണ്ണുണ്ടാവും, പക്ഷേ നേത്രം ഇല്ല. പ്രവർത്തനാത്മകമായിട്ടുള്ള കണ്ണിനാണ് നേത്രം. അങ്ങനെ ഇന്ദ്രിയം വേറെ, അവയവം വേറെ, രണ്ടും വേറെയാണ്. പ്രവർത്തനാത്മകമാക്കുമ്പോഴേ നമ്മൾ ഇന്ദ്രിയം എന്ന് പറയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയം, അധിഷ്ഠാനം, ദേവത. ഒരു ദേവതയാണ് ചെവി കേൾപ്പിക്കുന്നത്, ദിഗ്ദേവതകൾ. സൂര്യനാണ് കണ്ണ് കാണിക്കുന്നത്, തുഷ്ടാവ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബുദ്ധിയും ജാസ്തി പിന്നെ ബുദ്ധിയെ സൃഷ്ടിച്ചപ്പോഴോ വാഗീശോ ധിഷ്ണ്യമാംശൽ, ബുദ്ധിയെ ബ്രഹ്മാവാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് സങ്കല്പം. അപ്പം ബുദ്ധിയുടെ ദേവത ബ്രഹ്മാവ്. വിരാട് പുരുഷനുണ്ടായിട്ടുള്ള ബുദ്ധി ആകുന്ന വാസസ്ഥാനത്തിൽ ബ്രഹ്മദേവൻ വസിച്ച് ബുദ്ധി പ്രവർത്തിപ്പിക്കുന്ന ദേവനാണ് ബ്രഹ്മാവ്. സ്വംശമായ നിശ്ചയാത്മക ജ്ഞാനത്തോടു കൂടിയിട്ടാണ് പ്രവേശിക്കുന്നത്. ഈ ജ്ഞാനത്താൽ ജീവൻ അറിയേണ്ട വസ്തുക്കളുടെ ജ്ഞാനം സിദ്ധിക്കുന്നു. അത് ബുദ്ധി, അധിഷ്ഠാനവും ദേവതയൊക്കെ ഒന്ന് തന്നെ ഉള്ളൂ. ബുദ്ധി എവിടെ ഇരിക്കുക? ബുദ്ധി തന്നെ. തലച്ചോറിൽ എന്നൊക്കെ പറയാം, അത് ബുദ്ധിയുടെ വേറൊരു ഭാവം തന്നെയാണ്. മനസ്സിൽ സംശയം ഉണ്ടാകുന്നു, ബുദ്ധി നിശ്ചയിക്കണു. മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു സ്ഥലത്തേക്ക് പോകണ്ടേ എന്ന് സെവറൽ ഓസിലേഷൻസ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടം. അവസാനം പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, പോകാനാണ് തീരുമാനിച്ചത്. ഇത് എവിടുന്ന് വന്നു? ബുദ്ധിയിൽ നിന്നാണ് ഈ തീരുമാനം വന്നത്. മനസ്സ് ചർച്ചയാണ്, ബുദ്ധി തീരുമാനമാണ്. രണ്ടും കൂടിയുള്ള വ്യത്യാസം അതാണ്. ചിത്തം കാണാൻ പറ്റാത്ത അബ്സ്ട്രാക്റ്റായിട്ടുള്ള ഉറച്ച ഇളക്കമില്ലാത്ത അവസ്ഥയാണ്. മനസ്സ് ഇളക്കമുള്ള അവസ്ഥയാണ്. ഇപ്പോൾ പാത്രത്തിൽ വെള്ളം വെച്ചാൽ അത് ചിത്തത്തിന് സമാനം. എപ്പോൾ വെള്ളം ഇളകുന്നു അത് മനസ്സായി. ഇളകാത്ത ചിത്തമാണ് മനസ്സ്, ഇളകുന്ന ചിത്തമാണ് മനസ്സ് എന്ന് പറയാം. ഇളകാത്ത മനസ്സാണ് ചിത്തം എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെ. പക്ഷേ ഐസ് വെള്ളമാവണ പോലെ ഒന്നല്ലേ ചോദിച്ചാൽ ഒന്നാണ്. പക്ഷേ ഉരുകിയപ്പോഴേക്ക് പേര് മാറി വെള്ളം. ഒന്ന് തന്നെയല്ലേ? ഒന്ന് തന്നെയാണ്. ഇതാണ് ചിത്തം, ഇത് ഹൃദയം. ഈ ഹൃദയം ശാസ്ത്രീയ നിർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശൽ മനസ്സാംശേന ഏനാസോ വിക്രിയാം പ്രതിപദ്ധ്യത. ചന്ദ്രൻ, മനസ്സിൻ്റെ കാര്യമാണ് പറയണത്. മനസ്സിന് ആരാണ് ദേവത? ദേവതയുണ്ട് എല്ലാറ്റിനും എന്നാണല്ലോ പറയുന്നത്. ചന്ദ്രൻ, ചന്ദ്രമാ. അതാണ് ഈ പൂർവപുണ്യം അല്ലച്ച സജ്ജന സംസർഗം, ദൈവാധീന അനുഗ്രഹം, ഇതൊക്കെ ചന്ദ്രൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് ജ്യോത്സ്യന്മാർ പറയുക.
ചന്ദ്രൻ നീചസ്ഥാനത്താണെങ്കിൽ നീചജന സംസർഗവും ഈശ്വരാനുഗ്രഹ കുറവൊക്കെ ഉണ്ടാവും. ഇത്രേ, അങ്ങനത്തെവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല എന്നാണ് പറയുക. ഇന്നിപ്പോൾ കലിയുഗത്തിലൊക്കെ വിപരീതമായിട്ടോ കാണുന്നത്. അത് കലിധർമ്മമാണ്. അതുകൊണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് അർത്ഥമല്ല. കലിധർമ്മം, സാധാരണ ധർമ്മത്തിന് വിരോധമാണ് കലിധർമ്മം. കലിയുടെ ധർമ്മം എന്താ? ധർമ്മമില്ലാണ്ടേക്കുക. അപ്പോൾ അതും ഒരു തരം ധർമ്മമാണ് എന്നാണ് വാദിച്ചു കൊണ്ടിരുമ്പോൾ പറയുക. ഈശ്വരൻ കലിക്ക് കൊടുത്ത ധർമ്മമാണ് ധർമ്മമില്ലാണ്ടേക്കുക. അപ്പോൾ കലിയെ സംബന്ധിച്ച് ധർമ്മം എന്താ? ധർമ്മമില്ലാണ്ടേക്കുക. ഒക്കെ ഈ സാന്ദർഭികമാണ് പലതും, ഒരേ ഒരു വ്യാഖ്യാനം അല്ല ഉള്ളൂ. കലിയെ സംബന്ധിച്ച് എന്താണ് ധർമ്മം? ധർമ്മമില്ലാണ്ട് അധർമ്മമാണ് അവിടെ ധർമ്മം. അപ്പോൾ കലി ധർമ്മം തന്നെയല്ലേ നടപ്പാക്കണത്? അതെ, കലിക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത ധർമ്മമാണ് ധർമ്മമില്ലാണ്ടേക്കൽ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഹൃദയം, ശാസ്ത്രം, പിന്നെ ചന്ദ്രമ. അപ്പോൾ ഇതൊക്കെ ചന്ദ്രൻ്റെ സ്ഥാനം അതാണ് അപ്പോൾ പറയാൻ കാരണം. നോക്കിയിട്ടാണ് നിശ്ചയിക്കുന്നത്. ധിഷ്ണ്യം അധിഷ്ഠാനം, ആ ദേവത നടപ്പാക്കുന്നതായിട്ടുള്ള ശക്തി. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ അവയവം അല്ലെങ്കിൽ ഇരിപ്പിടം. ധിഷ്ണ്യം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമാണ്. അപ്പോൾ ചന്ദ്രൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് മനസ്സിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ആത്മാനം ചേർത്ത് നിർഭിന്നം അഭിമാനോ വിശദ്പദം കർമ്മണാംശേന ഏനാസോ കർത്തവ്യം പ്രതിബദ്ധതേ. അഹങ്കാരം, വിരാട് പുരുഷന് അഹങ്കാരം. നമ്മുടെ ശരീരത്തിലുള്ളതൊക്കെ വിരാട് പുരുഷൻ്റെ ശരീരത്തിലുണ്ട്. മൈക്രോഫേസവും മാക്രോഫേസവും ഒന്നാണ്. മാക്രോഫേസാണ് വിരാട് പുരുഷൻ, മൈക്രോ ആണ് ഓരോരോ വ്യഷ്ടി ജീവൻ എന്ന് പറയുന്നത്. സമഷ്ടിയാണ് മാക്രോഫോസം അല്ലെങ്കിൽ സമഷ്ടി എന്ന് പറയുന്നത്. ഞാൻ എന്ന അഹങ്കാരം, അതിൻ്റെ ദേവതയാണ് രുദ്രൻ. രുദ്രനാണ് അഹങ്കാരത്തെ ഉണ്ടാക്കുന്നത് എന്നാണ്. സ്വാംശമായ കർമ്മത്തോടുകൂടി അഹങ്കാരത്തെ സൃഷ്ടിച്ച് ഞാൻ എന്ന ഭാവത്തെ സൃഷ്ടിക്കുന്നു. ആത്മാനം ശാസ്ത്ര നിർഭിന്നം അഭിമാനവും വിശദ്പദം. അപ്പോൾ അവിടെ ദേവത രുദ്രൻ. കർമ്മണാംശേന ഏനാസോ കർത്തവ്യം പ്രതിബദ്ധതേ. ഞാൻ എന്നുള്ള ഭാവത്തോടു കൂടി കർമ്മം ചെയ്യണു. എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഭംഗിയാക്കണം. ചീത്തപ്പേര് എനിക്ക് വരരുത് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല അഹങ്കാരമാണ്. അഹങ്കാരത്തിൽ നല്ലതും ചീത്തയുണ്ട്. ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ഉള്ള പോലെ. എല്ലാ കൊളസ്ട്രോളും അപകടമല്ല, നല്ല കൊളസ്ട്രോൾ വേണമെന്നാണ് പറയുക അല്ലേ. അത് കുറഞ്ഞാലാ കുഴപ്പം. എന്ന പോലെ ഈ എനിക്ക് ഒരു ചുമതല ഉണ്ട്, അത് ഞാൻ നിറവേറ്റും. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ നന്നായിട്ട് നിറവേറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അഹങ്കാരമാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്. അതില്ലെങ്കിൽ ലോകം നടക്കില്ല, ലോകമേ നടക്കില്ല. അപ്പം നല്ല അഹങ്കാരം. അമ്മയ്ക്ക് എൻ്റെ കുട്ടി, ഞാൻ ആ കുട്ടിയെ നോക്കണമെന്ന് അഹങ്കാരമുണ്ട്. ഓഫീസിൽ നിയന്ത്രിക്കണ മാനേജർക്ക് ഇത് നന്നാക്കണം എന്ന അഹങ്കാരമുണ്ട്. നല്ല നിലയ്ക്കാണെങ്കിൽ ആ അഹങ്കാരം നല്ലതാണ്. എന്നെപ്പോലെ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മേക്കെട്ട് കയറുകയാണെങ്കിലോ അവിടെ അത് അപകടമായിട്ട് തീരണു. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ. മുമ്പിൽ തീർച്ചയായിട്ടും അധപ്പതനം കാത്തിരിക്കണമെന്ന് ഓർത്തോളുക. അപ്പോൾ അഹങ്കാരം നല്ല നിലയ്ക്കും ചീത്ത നിലയ്ക്കും ഉണ്ട് ഇല്ലേ. പ്രത്യേകിച്ച് ജീവികളിലൊക്കെ ഒരു അമ്മയായിട്ടുള്ളൊരു ജീവി എന്ത് കൊടുത്തും തൻ്റെ കുട്ടിയെ രക്ഷിക്കണം. തൻ്റെ ജീവൻ കൊടുത്തിട്ടും കുട്ടിയെ രക്ഷിക്കും ഇല്ലേ. എൻ്റെ അടുത്ത് വേണ്ട കളി. അതാരായാലും ശരി, അമ്മ തന്നെയാണ്. അമ്മയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ടാണ്. പക്ഷെ അത് നല്ല അഹങ്കാരമാണ്. ആ ഒരു അഹങ്കാരം ഇല്ലെങ്കിലോ കുട്ടിയുടെ കാര്യം കഷ്ടത്തിലായി. സത്വം ചാസ്ത്ര ഭിന്നം മഹാൻ ധിഷ്ണമുവാപിച്ചൽ ചിത്തേനാംശേന ഏനാസോ വിജ്ഞാനം പ്രതിപദ്ധ്യതേ. ഈ വിരാട് പുരുഷൻ്റെ മറ്റൊരു ഭാഗമാണ് അന്ധകരണത്തിൽ ചിത്തം. ഈ ചിത്തം നിശ്ചലമാവുമ്പോൾ മനസ്സാവില്ല, ഇളകിയാലോ മനസ്സാവും, ഒന്ന് തന്നെയാണ്. സ്വാംശമായ ചിത്തത്തോടു കൂടിയിട്ട് ബ്രഹ്മദേവൻ വസിച്ചു. അവിടുത്തെ ദേവനും ബ്രഹ്മാവാണ്. അന്ധകരണത്തിൻ്റെയൊക്കെ അധികവും ബ്രഹ്മാവും രുദ്രനും ഒക്കെ ആയിട്ടാണ് പറയുക. അപ്പം എന്താ, ഈ ചൈതന്യത്തിൽ നിന്ന് മനസ്സുണ്ടായി. ചിത്തം എന്ന് പറയുന്നത് ഏറ്റവും ആദിമൂലമായിട്ട് അന്ധകരണത്തിൻ്റെ ഭാഗമാണ്. അന്ധകരണം 4 ഭാഗിക്കാം. അതിൽ ആദ്യത്തെയാണ് ചിത്തം. ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 4 ആബ്സ്ട്രാക്റ്റാണ്, കാണാൻ സാധ്യമല്ല, തൊട്ടറിയാൻ സാധ്യമല്ല.
അതിനെയാണ് ചിത്തം. ആദ്യത്തെ അവസ്ഥയാണ് ചിത്തം. ഇപ്പോൾ പ്രസവിച്ച കുട്ടിക്ക് ചിത്തം ഉണ്ടാവും, പക്ഷേ ആ കുട്ടിക്ക് മനസ്സുണ്ടാവണമെങ്കിൽ 56-90 കഴിഞ്ഞ് പരിചയക്കെട്ട് തുടങ്ങണം. അതാണ് മനസ്സ്. അപ്പം ഞാൻ എന്ന തോന്നൽ വരുമ്പോൾ അതാണ് അഹങ്കാരം. ഞാൻ കരഞ്ഞാലേ എനിക്ക് പാലുള്ളൂ. കുട്ടിക്കറിയാം ആ അറിവ് ആരാണ് കൊടുക്കേണ്ടത്? സൃഷ്ടികർത്താവാണ് കൊടുക്കുന്നത്. ഉറക്കേണ്ട് കരയും കുട്ടിയില്ലേ, അമ്മ അവിടെ ഇട്ട് ഓടും ഏത് പണി. ബാലാനാം രോദനമ്പലം. ആ കുട്ടിക്ക് അഹങ്കാരം, കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ നിലവാരത്തിലുള്ള അഹങ്കാരം കുട്ടിക്കുണ്ട്. അതുകൊണ്ടേ പ്രപഞ്ചം നടക്കൂ. ബുദ്ധിയോ കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ഇത് അച്ഛനാണ്, ഇത് അമ്മയാണ്, വേറൊന്നാണെന്ന് കുട്ടി ഓർത്ത് പഠിപ്പിച്ചത് പറയുമ്പോൾ ബുദ്ധി. ഈ 4ഉം അന്ധകരണത്തിൻ്റെ 4 ഭാഗങ്ങളാകുന്നു. ഇപ്പം ബ്രഹ്മാവിൻ്റെ സഹായത്തോടുകൂടി ചിത്തേനാംശേന ഏനാസോ വിജ്ഞാനം പ്രതിബദ്ധതേ ശീഷ്ണോസ്തരാപത്യാം നാഭേരുദബദ്ധത. ബുദ്ധി, മനസ്സ്, ചിത്ത, അഹങ്കാരം 4 കാര്യമാണ് അന്ധകരണം. കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക് ഇതൊക്കെയാണ് ഒരു ശരീരത്തിലുള്ളത്. അത് വിരാട് പുരുഷനും ഉണ്ട്. വിരാട് പുരുഷൻ്റെ രീതിയിലാണെന്ന് മാത്രം. നമുക്ക് ഈ നേത്രഗോളങ്ങളാണെങ്കിൽ വിരാട് പുരുഷൻ്റെ കണ്ണ് എന്താ? സൂര്യചന്ദ്രന്മാർ. നമുക്ക് രോമങ്ങളാണെങ്കിൽ വിരാട് പുരുഷൻ്റെ വൃക്ഷങ്ങളാണ് രോമങ്ങൾ. രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. ശീഷ്ണോത്തരാപത്യാം നാഭേരുദബദ്ധത ഗുണാനാമൃത്തയോ യേശു പ്രതീയന്തേ സുരാതയ. ശിരസിൽ നിന്ന് എന്തുണ്ടായി? സ്വർഗം ഉണ്ടായി. വിരാട് പുരുഷൻ്റെ ശിരസ്സാണ് സ്വർഗം, ഭഗവാന്റെ നൃത്തം. പദ്ഭ്യാം പാദങ്ങളിൽ നിന്ന് ഭൂമി ഉണ്ടായി. അപ്പോൾ 2 അറ്റാണല്ലേ ഭൂമി. പാദങ്ങളിൽ നിന്ന് ഭൂമിയും ശിരസിൽ നിന്ന് സ്വർഗലോകവും ഉണ്ടായി. നാഭിയിൽ നിന്ന് അന്തരീക്ഷം ഉണ്ടായി. നാഭ്യ ആസീദന്തരീക്ഷം പുരുഷസൂക്തം. ശീഷ്ണോദോ സമവർത്തത. ശിരസിൽ നിന്ന് സ്വർഗമുണ്ടായി. നാഭിയിൽ നിന്ന് ഖം അന്തരീക്ഷം ഉണ്ടായി. നാഭ്യ ആസീത് അന്തരീക്ഷം പുരുഷസൂക്തം. പുരുഷസൂക്തം എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷനെ സ്തുതിക്കലാണ് കേട്ടോ പുരുഷസൂക്തം. പദ്ഭ്യാൻ ശൂദ്രോ അജായത. കാലുകളിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി. അതുകൊണ്ട് ശൂദ്രൻ താഴെയാണ് എന്നർത്ഥമില്ല. ഭഗവാന്റെ കാല് എങ്ങനെ താഴെയാവുക? ഭഗവാന്റെ കാല് നമ്മൾ ഏത് ഘട്ടത്തിലും ധ്യാനിക്കുന്നത് പാദമാണ് അല്ലേ. ഭഗവാന്റെ തല ധ്യാനിച്ചു എന്നല്ല പറയുക, ഭഗവത് പാദത്തെ ധ്യാനിച്ചു. അപ്പോൾ പാദത്തിനൊരിക്കലും ശ്രേഷ്ഠത കുറവില്ല. അതുകൊണ്ട് ശൂദ്രർ താഴെ, വൈശ്യര് മീതെ, ബ്രാഹ്മണർ അതിലും മീതെ. തെറ്റ്. സനാതനധർമ്മം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചെരുപ്പ് കുത്തുന്ന ആളും വസ്ത്രം അലക്കുന്ന ആളും ഏത് പണിയെടുക്കുന്ന ആളും ശ്രേഷ്ഠരാണ്. അതാത് തൊഴിലിൻ്റെ മഹത്വം, ഡിഗ്നിറ്റി ഓഫ് ലേബർ സനാതനധർമ്മം ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒരു തൊഴിലും മോശമാണ് എന്ന് പറയാൻ സാധ്യമല്ല. ബ്രാഹ്മണരുടെ ജോലി ചെയ്യുന്നു. അവർ അലക്കുകാരൻ അലക്കിയ വസ്ത്രമാണ് ധരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക, അവിടെ വയ്ക്കുക എന്ന് പറയും. എന്തർത്ഥം അതിനുള്ളത്? വ്രതം എടുത്ത് കൊത്തിയ വിഗ്രഹമാണ് തൊടാൻ പാടാത്തത്. ആര്? കൊത്തിയാൾ. വിഗ്രഹമായി കഴിഞ്ഞാൽ അത് അയാൾ തൊടാൻ പാടില്ല. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാവമാണ്. ആ സംസ്കാരത്തിൽ ഇല്ല, അത് ഉണ്ടാക്കിയതാ. നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ സംഗതി ഇല്ല. ഒറിജിനലി അങ്ങനെ ഇല്ല. ഉണ്ടാക്കി ആര്? തൽപര കക്ഷികൾ. അതുകൊണ്ട് ശീഷ്ണോസ് പദ്ഭ്യാം ഖം നാഭേ രുതവത്യത ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാതയ. സത്വാദി ഗുണങ്ങളുടെ വൃത്തികളുള്ള ദേവാദികൾ അങ്ങനെ സത്വഗുണത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. വിരാട് പുരുഷൻ്റെ ഘടനയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ആത്യന്തികേന സത്വേന ദിവം ദേവാ പ്രഭേദിരേ ധരാം രജസ്വഭാവേന പണയോ യേശ താനനു. ആത്യന്തികേന ബലവത്തായ, ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ആദി മദ്യം എന്നുള്ള അർത്ഥവും പറയാം, ആദ്യം അന്തോ, ആത്യന്തികമായിട്ട്. സത്വേന സത്വഗുണത്താൽ ദേവന്മാർ സ്വർഗലോകത്തെ പ്രാപിച്ചു. ഏതൊരു കൂട്ടരാണോ ഉയർച്ചയിലേക്കും സത്സ്വഭാവികളും സാത്വിക ബുദ്ധിയുള്ളത് അവരാണ് ദേവന്മാർ. അവരെ ദേവന്മാർ എന്നൊന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കണമെന്ന് മാത്രം. പ്രതീകാത്മകമാണ് ഈ വിവരണങ്ങളൊക്കെ. ഗുണസ്വഭാവത്താൽ ദേവന്മാർ സ്വർഗത്തെ പ്രാപിച്ചു. ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതാണ്. പണികൾ പ്രവൃത്തിയിൽ താല്പര്യമുള്ളവർ താൻ അനുസരിച്ചവരും
രജസ്വഭാവേന രജോ ഗുണത്താൽ ഭൂമിയെ പ്രാപിച്ചു. എങ്ങനെയൊക്കെയാണ് ഈ പ്രപഞ്ചത്തിലെ പ്രവർത്തികൾ നമ്മുടെ ഫലത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുകയാണ്. വളരെ ശാസ്ത്രീയമാണത്. രജോ ഗുണികളാണ് അത്രയും മനുഷ്യരായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത്. കാരണം അവർ പൊതുവേ രജോ ഗുണ സ്വഭാവങ്ങളാണ്. രജസ്വഭാവേന ധരാം പ്രഭേദിരേ, രജോ ഗുണ സ്വഭാവികൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുന്നു. സാത്വിക പ്രവൃത്തിയുള്ളവർ ദേവന്മാരായി സ്വർഗത്തിൽ പോകുന്നു. തമോ ഗുണക്കാരോ മനുഷ്യരിലും താഴ്ന്നവരായി ജനിക്കുന്നു. താർത്തീയേന പ്രസ്വഭാവേന ഭഗവന്നാഭിമാശിത ഉഭയോരന്തരം വ്യോമ ഏ രുദ്രപാർഷദാം ഗണ. സത്വൻ, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ മനുഷ്യന് പ്രത്യേകിച്ചും ഈ വേറെ ഗുണങ്ങളുണ്ട്. തമസ്സിനെ സംബന്ധിച്ചതായ സ്വഭാവത്താൽ താർത്തീയേന എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ 3ാമത്തെ എന്നർത്ഥമാണ് കേട്ടോ. താർത്തീയം തമോ ഗുണം എന്നർത്ഥല്ലേ. ഇവിടെ 3ാമത്തെ തമോ ഗുണം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. താർത്തീയേന സ്വഭാവേന 3ാമത്തെ അവസ്ഥ. ആദ്യത്തെ എന്താ? സാത്വികം. 2ാമത്തെ എന്താ? രാജസം. 3ാമത്തെയാണ് താർത്തീയേന എന്ന് പറഞ്ഞാൽ അവിടെ തമോ ഗുണം എന്ന് സാന്ദർഭികമാണ് അർത്ഥം. താർത്തീയം 3ാമത്തെ നമ്പർ ചേർത്ത് പറയുന്നൊരു വാക്കാണ് താർത്തീയേന. അപ്പം അത് ഇവിടെ തമോ ഗുണമാണ്. വേറെ ദിക്കിലും 3ാമത്തെ വേറെ അർത്ഥമാവും വരിക. നിറം പറയുമ്പോൾ 3ാമത്തെ നിറം എന്താ വെച്ചാൽ അവിടെ അതാണ് അർത്ഥം വരിക. 3ാമത്തെ എന്നർത്ഥമാണ് താർത്തീയേന സ്വഭാവേന. 3ാമത്തെ എന്താ? സത്വരജസ്സും കഴിഞ്ഞാൽ തമസാണ്. ഭഗവൻ നാഭിമാശ്രിത, ഭഗവാന്റെ നാഭിയെ ആശ്രയിച്ചവർ ലോകങ്ങളുടെ മധ്യത്തിലിരിക്കുന്ന അന്തരീക്ഷത്തെ പ്രാപിച്ചു. തമോ ഗുണികൾ ഉഭയോരന്തരം വ്യോമ ഈ രുദ്രപാർഷദാംഗണ രുദ്രഗണങ്ങളായി തീരുന്നു. ആ തമോ ഗുണികൾ നാഭിയെ ആശ്രയിച്ച് സ്വർലോകത്തിനും ഭൂലോകത്തിനും മധ്യത്തിൽ വസിക്കണു. രുദ്രപാർഷദാംഗണ, പിശാചുക്കൾ എന്നൊക്കെ പറയുന്നത്. മുഖതോ അവർത്തത ബ്രഹ്മപുരുഷസ്യ കുരുദ്ധ യസ്തൂത് മുഖത്വാത് വർണ്ണാനാം മുഖ്യോ ഭൂ ബ്രാഹ്മണോ ഗുരു. വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് വേദം ഉണ്ടായി. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദമാണ് ഇവിടെ. യം ബ്രാഹ്മണ, യാതൊരു ബ്രാഹ്മണർ മുഖത്തിൽ നിന്ന് ഹേതുവായിട്ട് വർണ്ണങ്ങളുടെ മുഖ്യനും ആചാര്യനുമായിട്ട് ഭവിച്ചു. ഏതൊരാളാണ് വേദം പഠിച്ചുൾക്കൊള്ളുന്നത് അവനാണ് ബ്രാഹ്മണൻ. ഒരിക്കലും ബ്രാഹ്മണർക്കേ വേദം പാടൂ എന്നല്ല. വേദം പഠിച്ചവർ ബ്രാഹ്മണർ. അതാരായിക്കോട്ടെ, എങ്ങനെ ജനിച്ചാലും. ശ്രീനാരായണ ഗുരു വേദങ്ങളൊക്കെ പഠിച്ചു. വേദം ധരിച്ച് പറയച്ച ബ്രാഹ്മണനാണ്. ജനനമല്ല നോക്കേണ്ടത്. വേദം അറിയുന്നവർ ബ്രാഹ്മണർ, പൂജ ചെയ്യുന്നവർ ബ്രാഹ്മണർ. ബ്രാഹ്മണർക്കേ പൂജിക്കാവൂ എന്നല്ല. ബ്രാഹ്മണനും മുഖത്തിൽ നിന്നുണ്ടായി. മുഖത്തിൽ നിന്നുണ്ടായ നിമിത്തം വർണ്ണങ്ങളിൽ വെച്ച മുഖ്യത്വം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. എങ്ങനത്തെ ബ്രാഹ്മണർ? ജാതി കൊണ്ടല്ല. ജാതി കൊണ്ടല്ലാത്ത ബ്രാഹ്മണർ മുഖ്യരനല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അത് സാമുദായികമാക്കി നമ്മൾ തെറ്റി മാറ്റി. ഇന്ന കുലത്തിൽ ജനിച്ചവർ, ഇന്ന കുടുംബത്തിൽ ജനിച്ചവർ ബ്രാഹ്മണർ അല്ല. അങ്ങനെയല്ല. അങ്ങനെ യാതൊരു വിധ ഇതും സനാതനധർമ്മം പറഞ്ഞിട്ടില്ല. മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണർ ശ്രേഷ്ഠരാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അതാരാണ് ബ്രാഹ്മണർ? ബ്രഹ്മജ്ഞാനവും വേദജ്ഞാനവും ഉള്ളവർ. ബാഹുപ്യോ വർത്തത ക്ഷത്രൻ ക്ഷത്രിയർ തദനു വ്രത. ഇതൊന്നും എന്താ അറിയോ? പറഞ്ഞു കൊടുക്കില്ല പണ്ട്. പറഞ്ഞു കൊടുത്താൽ ബ്രാഹ്മണരുടെ മേധാവിത്വം നടക്കില്ല. അങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട് നിൽക്ക്, തൊടാതെ നിൽക്ക്, ഇത് നടക്കില്ല. അതിനുവേണ്ടി ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ സനാതനധർമ്മം അറിയേണ്ട നമ്മളെ? കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടില്ല. നമ്പൂരി വരണു, തൊടാതെ മാറി നിൽക്കുക, ഇതേ നമുക്കറിയാം. അവർക്ക് അതേ അറിയുള്ളൂ കേട്ടോ, വേറൊരു വസ്തു അറിയില്ല. അതുകൊണ്ടാണ് കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞത്. സനാതനധർമ്മം എവിടെയാണ് അസമത്വം പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് വേർതിരിച്ച് കണ്ടിരിക്കുന്നത്?
അങ്ങനൊരു സംഗതി ഇല്ല. ബാഹുപ്യോ വർത്തത ക്ഷത്രൻ ക്ഷത്രിയ തദനും വൃതാ യോ ജാതത്രായതേ വർണ്ണാൻ പൗരുഷ കണ്ടകക്ഷതാത്. ക്ഷത്രിയർ ഭഗവാന്റെ കൈകളിൽ നിന്നുണ്ടായി, ശൂദ്രർ കാലുകളിൽ നിന്നുണ്ടായി, വൈശ്യരോ തുടകളിൽ നിന്നുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഒരു ശരീരത്തിലത്തെ ഏത് അവയവ പ്രധാനം? തലയിലേക്ക് അസുഖം വന്നാൽ ചികിത്സിക്കണം, കാലിൻ്റെ അസുഖം അത് പോട്ടെ, നമ്മൾ വയ്ക്കുമോ? കാലിനാണ് എല്ലിന് പ്രശ്നം വന്നാൽ ഓർത്തോനെ കാണും, തലയിലാ പ്രശ്നത്താൽ ന്യൂറോനെ കാണും, ഇത്രയേ ഉള്ളൂ. കൈകളിലാണെച്ചാലും ഓർത്തോനെ കാണും, ഞരമ്പിനാ പ്രശ്നത്താൽ ന്യൂറോനെ കാണും. ഏതാ കാണാത്തത്? ഒരു ശരീരാവയവങ്ങളും മറ്റ് ശരീരങ്ങളിൽ നിന്ന് പ്രാധാന്യം കുറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രര് എന്ന് പറഞ്ഞിട്ട് 4 വർണ്ണങ്ങൾ പ്രവൃത്തിക്കനുസരിച്ച് ഉണ്ടാക്കി. ശരിയാണ്, പ്രവൃത്തിക്കനുസരിച്ച് 4 ആക്കി തിരിച്ചു. ഒരു മേശയുടെ 4 കാല്, ഏത് കാല പ്രധാനം? 4 കാലുണ്ട്. അവർ ഉണ്ടാക്കുമ്പോൾ ലെഫ്റ്റ് മുകളിൽ ലെഫ്റ്റ് താഴെ, റൈറ്റ് മുകളിൽ റൈറ്റ് താഴെ എന്നൊക്കെ ചിലപ്പോൾ ആശാരിമാർ മാർക്ക് ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് അതിൻ്റെ സ്ഥാനം തെറ്റാണ്ടിരിക്കാൻ. അനാവശ്യം വെച്ചാൽ ഇന്ന കാലിന്. പക്ഷേ ഇതിലേതാണ് പ്രാധാന്യം കൂടുക? അപ്പോൾ പറയാൻ പറ്റില്ല. ഈ 4 കാലത്ത് ഏത് കാല് പോയാലും മേശ അവിടെ നിൽക്കുമോ? ഇതന്നെയാണ് ഈ ചാതുർവർണ്ണയം. അതിന് പ്രാധാന്യമൊന്നും കുറവൊന്നുമില്ല. ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് മീതയല്ല. ഇവിടെ ജാതത്രായതേ വർണ്ണാൻ പൗരുഷ കണ്ടകക്ഷണ. കൈകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി. അവർ പൊതുവെ യുദ്ധോത്സുകരാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ രക്ഷിക്കണം ക്ഷത്രിയർ വേണം. പൂജാതി കാര്യങ്ങളും ഗായത്രി ജപം സന്ധ്യാവന്ദനം ഇതിനോ ബ്രാഹ്മണർ വേണം. ഒരു സംശയമില്ല, ബ്രാഹ്മണർ ഒട്ടും കുറഞ്ഞവരല്ല. അങ്ങനെ കാണുന്നത് തെറ്റാണ്. ബ്രാഹ്മണരുടെ തപസ് കൊണ്ടും ഗായത്രി ജപം കൊണ്ടുമാണ് ക്ഷത്രിയർക്കും ബാക്കി 3 ആൾക്കും ഇവിടെ ശാന്തി ഉണ്ടാവുന്നത്. ക്ഷത്രിയർ ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് തപസ് ചെയ്യാൻ ഇവിടെ സമാധാനം ഉണ്ടാവുന്നത്. വിദേശീയരെ ആക്രമിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുമോ? ഒരിക്കലും ഇവിടെ ശാന്തി ഉണ്ടാവില്ല. നമ്മുടെ സംസ്കാരത്തെ വളർത്താൻ സമ്മതിക്കില്ല. ബ്രിട്ടീഷുകാർ വന്നത് മുതൽക്ക് അതേ വിദ്യാഭ്യാസമാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത്. പലതും നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ സനാതനധർമ്മം പഠിപ്പിക്കുന്നില്ല ഇപ്പോഴും എന്നാണ് പറയേണ്ടി വരുന്നത്. അതിലേക്ക് എത്തിയിട്ടില്ല എപ്പോഴും. ഒക്കെ അവരുടെ സ്വാധീനമാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല, ഗുരുകുലവാസ സമ്പ്രദായ പ്രകാരം. അപ്പം അങ്ങനെ വിദേശീയ അടിമത്വം, ഇപ്പോഴും ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം നമുക്ക് പോയിട്ടുണ്ടോ ലോകത്തുനിന്ന്? അത് ഗുണോ ദോഷമോ ഇരിക്കട്ടെ, വേറൊരു കാര്യം. പക്ഷേ എല്ലാറ്റിനും നമ്മുടെ സനാതന ഭാഷയിൽ സംസ്കൃതത്തിൽ വാക്കുകൾ ഉണ്ട്. ഇത്രയധികം എഴുതാനും മോഡേൺ ശാസ്ത്രപ്രകാരം കമ്പ്യൂട്ടറിനും കൂടി പറ്റിയ ഭാഷയാണ് സംസ്കൃതം എന്നാണ് പറയണത്. ലിപി നമ്മുടെ കയ്യിലില്ലാത്തതൊന്നുമില്ല. അപ്പോൾ വിദേശീയ അടിമത്വം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ക്ഷത്രിയർ വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരിക്കലും അവർ ഇപ്പോഴും മിലിറ്ററി ആർമി ആചാരവെടിയോട് കൂടിയിട്ട് അവരെ സംസ്കരിക്കണം. യുദ്ധത്തിൽ മരിച്ചാൽ അഭിമാനമാണ്, കരയരുത് എന്നാണ് പറയണത്. യുദ്ധത്തിൽ മരിച്ച് മാറത്തടിച്ച് കരയരുത് എന്ന് പറയണു, കാരണം അത് വീരസ്വർഗ്ഗമാണ്. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. വിശോ വർത്തത, ഇതിലാണ് ഇതൊക്കെ പറയണത്. ഒക്കെ മനസ്സിലാക്കണം നമ്മൾ. വിശോ വർത്തന്ത തസ്യോർവോർ ലോകവൃത്തികരി വിഭോ വൈശ്യസ്തദ്ഭവോ വാർത്താം. വൈശ്യന്മാർ തുടയിൽ നിന്നുണ്ടായി. കൃഷി ഗോരക്ഷണ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവചം. ആ ജാതിയിൽ ജനിച്ചവരൊക്കെ അതേ ചെയ്യാവൂ എന്നാക്കി നമ്മളത് പിന്നീട് മാറ്റി. ജാതിയേ അല്ല അത് പറയണത്. ഇപ്പം ഞാൻ പറയാം, പശുക്കളെ കറക്കുക, അതിൽ നിന്ന് പാലുണ്ടാവുക വൈശ്യരാണ് ചെയ്യേണ്ടത്. ആ പാലില്ലെങ്കിൽ ബ്രാഹ്മണർക്ക് നെയ്യ് കിട്ടുമോ? നെയ്യില്ലെങ്കിലോ ഹോമം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എല്ലാ വർണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. വിശോ വർത്തന്ത തസ്യോർവോർ ലോകവൃത്തികരി വിഭോ. ഊർവോ എന്ന് പറഞ്ഞാൽ തുടയിൽ നിന്നാണ് വൈശ്യർ ഉണ്ടായത്. ഊർവോർ വൈശ്യോർ ഭഗവത പദ്ഭ്യാം ശൂദ്രോ അചായത. കാലിൽ നിന്ന് ശൂദ്രരുണ്ടായി. വൈശ്യസ്തദ്ഭവോ വാർത്താം ഋണാം എസ് സമവർത്തയത്. വാർത്ത എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ തൊഴിൽ എന്നർത്ഥമാണ്. ഇതിന് വേറൊരു പേരാണ് വൃത്തി.
വൃത്തി വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ തൊഴിലാണ്. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം എന്നല്ല, അവിടെ വാർത്ത ആ അർത്ഥത്തിലും പറയും. അവിടെ വാർത്ത എന്ന് പറഞ്ഞാൽ ന്യൂസാണ്, ഇവിടെ വാർത്ത എന്ന് പറഞ്ഞാലോ തൊഴിൽ. വാർത്താം യസ് സമവർത്തൻ. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷ ധർമ്മസിദ്ധയേ തസ്യാം ജാത പുരാ ശൂദ്രോ യത്ഭൃത്യാ തുഷ്യദേഹരി. ഭഗവാന്റെ കാലുകളിൽ നിന്ന് ശൂദ്രരുണ്ടായി. ലോകം നടക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മസിദ്ധയെ, ധർമ്മം പ്രവർത്തിക്കാനായിക്കൊണ്ട് ലോകധർമ്മം നടത്തും. അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ലോക കാര്യങ്ങൾ, ഓരോ വാക്കിനെ ഓരോ സ്ഥലത്തും ഓരോരുത്താണ്. ധർമ്മം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമാധർമ്മങ്ങൾ എന്നുള്ള അർത്ഥമേ അല്ല. അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നടത്തിയുള്ളൂ. ലോകം നടക്കണം എന്നുണ്ടെങ്കിൽ ശൂദ്രർ വേണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശുശ്രൂഷ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ മറ്റുള്ളവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ ശൂദ്രർ. ക്ലാസ് 4, ക്ലാസ് 3, ക്ലാസ് 2, ക്ലാസ് 1 ക്ലാസിഫിക്കേഷൻ തെറ്റ്. കാലത്തിനനുസരിച്ചിട്ട് അങ്ങനെ പറഞ്ഞുകൂടാ എന്നാണ് എല്ലാവരും പറയണത്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അത് മാറ്റണം. ഓഫീസുകളിലൊക്കെ ഈ സർ എന്നുള്ള സംബോധന അടക്കം മാറ്റണം എന്നാണ് പറയണത്. അതിൻ്റെ സംബോധനയുടെ ആവശ്യമില്ല, അത് ബ്രിട്ടീഷുകാരുടെയാണ്. സാർ സാർ സാറ് എന്ത് സാറ്? സാർ ചക്രവർത്തി അത് എവിടെയോ അങ്ങനെയൊക്കെ പ്രയോഗിച്ച് വന്ന് നമ്മുടെ എല്ലാ സാറ് നമ്മുടെ ആയിട്ടുള്ളവർക്ക് ഒരു കാര്യമല്ല അത്. അതേപോലെ തന്നെ ക്ലാസ് 4 ഇല്ല എന്നാണ്, ക്ലാസ് 2 ഇല്ല, ക്ലാസ് 1 ഇല്ല. ശൂദ്രർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുചിത്വമില്ലാത്തവർ. തെറ്റ്, വ്യാഖ്യാനം തെറ്റി. ശൂദ്രർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ശുദ്ധിക്കായി കൊണ്ട് പ്രവർത്തിക്കുന്നവർ എന്നാണ് പുതിയ വ്യാഖ്യാനം. സ്വയം ശുദ്ധി ത്യജിച്ച് മറ്റുള്ളവർക്ക് ശുദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്നവർ ശൂദ്രർ. കാരണം അവരുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് ശുദ്ധി പാലിക്കാൻ പറ്റൂ. അപ്പോൾ അവർ ത്യാഗികളാണ് ശരിക്ക്. അലക്കിയ വസ്ത്രങ്ങൾ ഉടുത്തിട്ടാണ് നമ്മൾ അവരോട് മാറി നിൽക്കാൻ പറയണത്. ഈ അലക്കിയ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ഉടുക്കണത്? അലക്കൊണ്ടല്ലേ, അലക്കിയില്ലെങ്കിൽ ഉടുക്കാൻ പറ്റുമോ? അപ്പോൾ അവരുടെ ശുദ്ധി ത്യജിച്ചും അവർ മറ്റുള്ളവരുടെ ശുദ്ധിക്ക് സഹായിക്കുന്നു. സുഖമായിട്ട് കാല് കേടുവരാതെ നടക്കാൻ ചെരുപ്പ് കുത്തി ചെരുപ്പ് നമുക്ക് സമ്മാനിക്കുന്നു ചെരുപ്പുണ്ടാക്കുന്നവർ. അപ്പോൾ അവരുടെ ശുദ്ധി കളഞ്ഞിട്ട് നമുക്ക് ശുദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്നവരല്ലേ ശൂദ്രർ. അവരെ എങ്ങനെയാണ് ശുദ്ധിയില്ലാത്തവരായിട്ട് കണക്കാക്കുക? അവർക്ക് ഏറ്റവും വലിയ ശുദ്ധിയുടെ ആൾക്കാരാണ് അവർ. നമ്മൾ പറയും ഈ ചൂല് മാറ്റി പിടിക്കണം. ചൂലില്ലെങ്കിലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ചൂല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ ദേഷ്യം വന്നാൽ വിളിക്കുക ആ ചൂലില്ലെങ്കിലോ? വൃത്തിയുടെ കാര്യം കണക്കന്നെ അല്ലേ? അപ്പോൾ അതൊന്നും മോശമൊന്നുമല്ല. ആയുധങ്ങൾ ആയുധം കണി കാണരുത് എന്ന് പറയും. ആയുധത്തെ അല്ലേ നമ്മൾ പൂജിക്കണത്? ആലോചിച്ച് നോക്കൂ, ആയുധ പൂജ. നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് എത്ര ശ്രേഷ്ഠമാണ്. ആയുധ പൂജ നടത്തുന്നു. ആയുധം കണിയേണ്ട ഒരു കുഴപ്പമില്ല, വെറുതെ വിചാരിക്കുക. ഒക്കെ എവിടുന്ന് കിട്ടിയണാവോ? ഇതൊക്കെ നമുക്ക് ജീവിതത്തിന് ശുദ്ധി ഉണ്ടാക്കാനാണ് ചൂല് ഇതൊക്കെ സഹായിക്കുന്നത്. അതില്ലെങ്കിലത്തെ കാര്യം ഇപ്പോൾ എന്തോ പോട്ടെ. ആ ശൂദ്രർ അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ശുദ്ധി ഉണ്ടാവുന്നത്. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷോ ധർമ്മസിദ്ധയെ. അവരുടെ ശുശ്രൂഷാദികളെ കൊണ്ടാണ് ലോകത്തിൽ കർമ്മങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് 4 എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ക്ലാസ് 4 അല്ല ജീവനക്കാർ. അവരവരുടെ ജോലി ചെയ്യുന്നു. ഒക്കെ ഒരു ക്ലാസ് തന്നെ. തസ്യാം ജാത പുരാ ശൂദ്രോ യത്ഭൃത്യാ തുഷ്യദേഹരി. ഭഗവാൻ അവരുടെ ശുശ്രൂഷ കൊണ്ട് സന്തോഷിക്കുന്നു. കണ്ടോ? അവർക്കുണ്ട് ഭഗവത് പ്രീതി എന്നർത്ഥം. ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഈ പ്രൈമറി ക്ലാസ്സിലത്തെ ടീച്ചർമാർക്കാണ് UGC സ്കെയിൽ കൊടുക്കേണ്ടത്. 4 ലക്ഷം അധികം പഠിച്ചു വിചാരിച്ചിട്ട് ഇവർക്ക് ഈ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങാൻ എന്താ അർഹതയുള്ളത്? ചോദിക്കട്ടെ. ഒരു ചെറിയ ടീച്ചർ ഒരു കുട്ടിയുടെ കൈ പിടിച്ച് എഴുതിക്കണു. ആ കുട്ടികൾ ചിലപ്പോൾ ക്ലാസ്സൊക്കെ ടോയ്ലറ്റ് ആക്കിന്ന് വരും. അതിനെ അടിച്ച് വൃത്തിയാക്കണു അല്ലേ? അങ്ങനെ ഓരോരോ അക്ഷരവും പറഞ്ഞ് ആ കുട്ടിയെ അക്ഷരലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ടീച്ചറോ വലുത്? താൻ പഠിച്ചത് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അങ്ങനെ അടിച്ചു വിടുന്ന ലെക്ചററോ വലുത്?
എൻ്റെ അഭിപ്രായത്തിൽ പ്രൈമറി ക്ലാസ്സിലത്തെ ടീച്ചർക്കാണ് ശമ്പളം അധികം കൊടുക്കേണ്ടത്. ഇവർ പഠിച്ചതെങ്ങനെ അടിച്ചു വിടണേ ഉള്ളൂ, ഒരു ത്യാഗവും സഹിക്കണില്ല. പഠിക്കുമ്പോൾ കുറച്ച് ത്യാഗം സഹിച്ചിട്ടുണ്ടാവാം, റിസർച്ച് നടത്തിയിട്ടും തീസീസ് എഴുതിയിട്ടും ഉണ്ട്. അവരുടെ പഠിക്കണ കാലത്ത് ക്വാളിഫിക്കേഷൻ നേടാൻ മാത്രമേ അവർ ത്യാഗം സഹിച്ചിട്ടുള്ളൂ. പിന്നെ അവർക്ക് അടിപൊളി ജീവിതമാണ്. എന്ത് ത്യാഗം സഹിക്കണം പ്രൊഫസർമാർ? സുഖമായിട്ട് വിലസുക. പക്ഷേ ഒരു ടീച്ചർ ആജീവനാന്തം ആ പുതിയ പുതിയ കുട്ടികളെ പഠിപ്പിക്കാൻ മൂക്ക് കുത്തി കഷ്ടപ്പെടുക ചെയ്യണത്. ഓരോ പ്രശ്ന ബാച്ച് വരുമ്പോഴും ആ കുട്ടികളെ അക്ഷരലോകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു ക്ലാസ്സും ഈ ലോകത്തിൽ ചെറുതോ വലുതോ എന്നൊന്നുമില്ല, ഒക്കെ നമ്മൾ കൽപ്പിക്കുകയാണ്. ഇതൊക്കെ കൂടിയാലേ ലോകം നടക്കുള്ളൂ എന്നാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞു എന്ന് മാത്രം. ഏതേ വർണ്ണ സ്വധർമ്മേണ യജന്തി സുഗുരം ഹരി. കണ്ടോ, ഈ വർണ്ണങ്ങൾ തൻ്റെ ധർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു. എല്ലാം പൂജയാണ്. മണികൊട്ടി പൂജിച്ച് തീർത്ഥം കൊടുക്കുക, തുളസി പൂ കൊണ്ട് അർച്ചിക്കൽ മാത്രമല്ല പൂജ. അതാ നമ്മുടെ തെറ്റിദ്ധാരണ. അതുകൊണ്ട് ഒരു പൂജാരിയാവട്ടെ, ഭഗവാനെ പൂജിക്കുന്നവരാവട്ടെ, ഒരു ചൂല് കൊണ്ട് അടിച്ചു വരുന്നവരാവട്ടെ, ഒരേപോലെയാണ് അവർ ഹരിയിലെത്തുന്നത് എന്നിവിടെ പറയണു. എത്ര അസലായിട്ടാണ് പറയണത്. ഏതേ വർണ്ണ സ്വധർമ്മേണ. ഈ 4 വർണ്ണങ്ങൾ തൻ്റെ ധർമ്മങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഹരിയെ പൂജിക്കുന്നു. എല്ലാവരും പൂജിക്കുക തന്നെ ചെയ്യണം. ശ്രദ്ധ ആത്മവിശുദ്ധ്യർത്ഥം അവിടെയുണ്ട്. മനഃശുദ്ധിയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. വേറെ ശുദ്ധി, ശരീരശുദ്ധിയൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. ശ്രദ്ധയാ ആത്മവിശുദ്ധ്യർത്ഥം. അതില്ലാതെ വേറെ എന്ത് ശുദ്ധി ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. യജ്ജാതാ സഹവൃത്തിവി. ഇതൊക്കെയാണ് നമ്മൾ സനാതനധർമ്മത്തിൽ പഠിപ്പിച്ച് മനസ്സിലാക്കി ഹൃദയസ്ഥാക്കേണ്ടത്. ഒന്നും പറഞ്ഞു കൊടുക്കില്ല പണ്ട്. അങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ട് നിൽക്കുക, തൊടാതിരിക്കുക, തന്ത്രി വരണു. ആ ഒരിക്കലും അത്ഭുതപ്പെട്ടു പോയി. ഗുരുവായൂർ എല്ലാ ഭക്തജനങ്ങളെ തടഞ്ഞിരിക്കണു. പൂജാരി വരവാണ്, തന്ത്രിയും കൂടിയല്ല, സാധാരണ പൂജാരി വരണു. ആ വരവ് പ്രമാണിച്ച് ചങ്ങലയിട്ടിട്ട് നിയന്ത്രിച്ചിരിക്കുക. വണ്ടിയൊക്കെ വരുമ്പോൾ ഗേറ്റ് അടയ്ക്കണ പോലെ അയാൾ എവിടെ എത്തിയിട്ടുള്ളൂ. അത്ര ദൂരം മുതൽ ഈ ശ്രീകോവിലിൽ കയറുന്നവരെ ഭക്തജനങ്ങളെ ചങ്ങലയിട്ട് നിയന്ത്രിക്കുന്ന സംസ്കാരമല്ല സനാതനധർമ്മം. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയെന്നേ ഞാൻ പറയുള്ളൂ. ഏതക്ഷത്ര ഭഗവതോ ദൈവകർമ്മ ആത്മരൂപിണ കശ്യത്യാദുപാകർത്തും യോഗമായ ബലോദയം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോതി യത്യർ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.